ഇന്ന് ചില മാധ്യമങ്ങൾ കുത്തി ഞങ്ങളോട് ചോദിക്കുന്നുണ്ട്, 3 മാസത്തെ സാമൂഹിക ക്ഷേമ പെൻഷൻ കൊടുക്കാൻ ബാക്കിയുള്ളപ്പോൾ നിങ്ങൾ എന്തിനാണ് ഈ ആഡംബര യാത്ര? ആഡംബര യാത്ര ഇപ്പൊ അയ്യങ്കാവ് മൈതാനത്തേക്ക് വരുമല്ലോ. ആഡംബര ബസ് എന്തൊക്കെയായിരുന്നു പ്രഖ്യാപനങ്ങൾ? ബസ്സിനകത്ത് നീന്തൽക്കുളം, ബസിന്റെ പുറത്ത് ഹെലിപ്പാഡ് ഇറങ്ങാനുള്ള പ്രത്യേക പാഡ്, അകത്ത് മുഖ്യമന്ത്രിക്ക് സൗകര്യപൂർവ്വം ഇരിക്കാനുള്ള ക്യാബിൻ, മുഖ്യമന്ത്രി കിടത്തോട്ടും വലത്തോട്ടും മുമ്പിലേക്കും പിന്നിലേക്കും ഓടിക്കളിക്കാനുള്ള പ്രത്യേക യന്ത്രം, എന്തെല്ലാം പ്രഖ്യാപനങ്ങളായിരുന്നു. ചായ കൊടുക്കാൻ റോബോട്ട് വരെയുണ്ട് എന്ന് വരെ പ്രഖ്യാപിച്ചു, പ്രസിദ്ധീകരിച്ചു. അകത്ത് കയറി നോക്കിക്കോളാൻ പറഞ്ഞു ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി. മഞ്ചേശ്വരത്ത് വെച്ച് ആദ്യത്തെ ദിവസമല്ല, അകത്ത് കയറി നോക്കിക്കോളാൻ പറഞ്ഞു. ഇപ്പൊ ഓരോ ദിവസവും ഓരോ മാധ്യമ പ്രവർത്തകൻ ഞങ്ങളുടെ വണ്ടിയിൽ മുഖ്യമന്ത്രിയെ ഇന്റർവ്യൂ ചെയ്യാനുണ്ടാകും. ഇന്റർവ്യൂ കഴിഞ്ഞ് ഞങ്ങൾക്കൊക്കെ ക്ഷയിക്കേണ്ടി വരുന്ന നേരത്ത് ഞങ്ങൾ പറയും, നിങ്ങൾ അങ്ങനെ വെറുതെ പോകല്ലേ, എന്തായാലും ക്ഷീണിച്ചതല്ലേ, നീന്തൽ കുളത്തിൽ ഒന്ന് ഇറങ്ങിയിട്ടൊന്ന് കുളിച്ച് വൃത്തിയായിട്ട് പോ, ഒരു സൗകര്യം ഉണ്ടാകുമല്ലോ. നീന്തൽ കുളത്തിലൊന്ന് ഇറങ്ങി കുളിച്ചിട്ട് സന്തോഷപൂർവ്വം ചൂടുവെള്ളത്തിൽ നീരാടി പോകാൻ ഒരാൾക്കും പറ്റുന്നില്ല. ആ വണ്ടി വന്നതൊന്ന് നിങ്ങൾ കണ്ടാൽ, വണ്ടി വിളിച്ചവനെ മാത്രമല്ല, വണ്ടിയെക്കുറിച്ച് എഴുതിയവന്റെ മുട്ടുകാലിൽ അടിക്കും. അതുപോലൊരു വണ്ടിയിലാണ് കേരളം മുഴുവൻ ഞങ്ങൾ യാത്ര ചെയ്യുന്നത്. അധിക നേരം വേണ്ട, ഇപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റും. എന്തെല്ലാം അഭിപ്രായ പ്രകടനങ്ങളായിരുന്നു. ആ കൂട്ടത്തിൽ പറഞ്ഞു, 3 മാസത്തെ സാമൂഹിക ക്ഷേമ പെൻഷൻ കൊടുക്കാതെ ഈ ആഡംബര യാത്രയുടെ ആവശ്യമുണ്ടോ? കണക്ക് ഞങ്ങളെ കൊണ്ട് പറയിപ്പിക്കരുത്. കേരളത്തിലെ ഗവൺമെന്റിന് ഒരു പക്ഷേ ഉള്ളൂ, അതിൽ ഭരണപക്ഷവും പ്രതിപക്ഷവും ഞങ്ങൾക്കില്ല. ഇരിഞ്ഞാലക്കുടയിൽ MLA ആയി ബഹുമാനപ്പെട്ട ബിന്ദു ടീച്ചർ ജയിച്ചു. ബിന്ദു ടീച്ചർ ജയിച്ചാൽ ബിന്ദു ടീച്ചർ വോട്ട് ചെയ്തവരുടെയും ചെയ്യാത്തവരുടെയും MLA ബിന്ദു ടീച്ചർ അല്ലേ? ഇരിഞ്ഞാലക്കുടയ്ക്ക് ഇനി പ്രതിപക്ഷത്തിനൊരു MLA, ഭരണപക്ഷത്തിനൊരു MLA, അങ്ങനെയുണ്ടോ? തോൽവിയാകുമ്പോ, മത്സരമാകുമ്പോ ജയവും പരാജയവും ഒക്കെ ഉണ്ടാകും. ഒരാൾ ജയിക്കും, മറ്റൊരാൾ തോൽക്കും. അതുപോലെ ഒരു ഗവൺമെന്റ് ജയിക്കും, മറ്റൊരു ഗവൺമെന്റ് തോൽക്കും. ഒരു ഗവൺമെന്റ് ജയിച്ചാൽ ആ ഗവൺമെന്റ് കേരളത്തിലെ ഗവൺമെന്റാ. ആ ഗവൺമെന്റ് കേരളത്തിലെ ജനങ്ങൾക്ക് ചെയ്യുന്ന എല്ലാ സേവനങ്ങളും ഒരു ഗവൺമെന്റിന്റെ സേവനങ്ങളാ. അതിൽ ഭരണപക്ഷ പ്രതിപക്ഷ വ്യത്യാസമില്ല. 2011 മുതൽ 16 വരെ കേരളത്തിൽ ഒരു ഗവൺമെന്റ് ഉണ്ടായിരുന്നല്ലോ. ആ ഗവൺമെന്റ് സാമൂഹിക ക്ഷേമ പെൻഷൻ കൊടുത്തില്ലേ? കൊടുത്തില്ല എന്നാരെങ്കിലും പറഞ്ഞു? കൊടുത്തു. അവസാനത്തെ 18 മാസം കൊടുത്തില്ല. അത് ഞങ്ങൾ ദേഷ്യം കൊണ്ട് പറയുന്നതല്ല. ഇവിടെ ഇരിക്കുന്ന അമ്മാമ്മമാരോട് ആരോടെങ്കിലും ചോദിച്ചാൽ അന്ന് 18 മാസക്കാലത്ത് പെൻഷൻ കിട്ടാതെ പിന്നെയും ജീവിച്ചവരുണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാകും 18 മാസക്കാലത്ത് പെൻഷൻ കേരളത്തിൽ കൊടുത്തില്ല. കൊടുത്തിരുന്നത് എത്രയാ? 600 രൂപ. ഇപ്പൊ 600 രൂപ വലിയ സംഖ്യയായതുകൊണ്ടല്ല, അന്നും വലിയ സംഖ്യയായതുകൊണ്ടല്ല. 600 രൂപ കൊടുക്കാൻ നിശ്ചയിച്ചത് എത്ര പേർക്കാ? 34 ലക്ഷം പേർക്ക്. അവസാനത്തെ 18 മാസക്കാലം കൊടുത്തില്ലെന്ന് മാത്രമല്ല, കൊടുക്കാൻ ഉദ്ദേശിച്ചത് മേടിക്കണമെങ്കിൽ അംഗപരിമിതനായ 60 വയസ്സ് പൂർത്തീകരിച്ചവന് 3ാമത്തെ നിലയിലെ കാത്തലിക് സിറിയൻ ബാങ്കിന്റെ അക്കൗണ്ടിന്റെ അടുത്തേക്ക് പോകണം. ആ വിധത്തിൽ 2011 മുതൽ 16 വരെ വിതരണം ചെയ്ത പെൻഷന്റെ ആകെ സംഖ്യ കേരളത്തിലെ ഗവൺമെന്റിൽ 9,011 കോടി. 1 രൂപയുടെയും വ്യത്യാസമില്ല. കണക്കല്ലേ, വിവരാവകാശം വെച്ചാൽ കിട്ടും. 1ാം പിണറായി സർക്കാർ കേരളത്തിൽ വന്നപ്പോഴോ ആദ്യം തീരുമാനിച്ചു 18 മാസക്കാലത്തെ കുടിശ്ശിക കൊടുക്കുക. അത് കൊടുക്കാത്ത ഗവൺമെന്റിന്റെ പേരും രാഷ്ട്രീയവും നമ്മൾ നോക്കിയില്ല. 18 മാസക്കാലത്തെ കുടിശ്ശിക കൊടുക്കുക. 18 മാസക്കാലത്തെ കുടിശ്ശിക കൊടുക്കുന്ന കൂട്ടത്തിൽ ഈ ഗവൺമെന്റ് വന്നതിന്റെ സമ്മാനമായി 100 കൂടി കൂട്ടി ആദ്യം മാസം മുതൽ അത് 700 ആക്കുക. 700 ഒറ്റയടിക്ക് പിന്നെ 1000 ആക്കി, 1100 ആക്കി, 1200 ആക്കി, 1300 ആക്കി, 1400 ആക്കി, 1500 ആക്കി, 1600 രൂപയാക്കി. കാത്തലിക് സിറിയൻ ബാങ്കിന്റെയോ ദേശീയ ബാങ്കിന്റെയോ പൊക്കത്തു പോകേണ്ടതില്ലെന്നു മാത്രമല്ല, 34 നിന്ന് 64 ലക്ഷം പേർക്ക് 1600 രൂപ വീടുകളിലെത്തിച്ച ഗവൺമെന്റിന് ഈ കേരളത്തിലെ പേരാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ്. ആദ്യത്തെ 5 വർഷം ചെലവാക്കിയ സംഖ്യ 35,154 കോടി. 2ാം ഗവൺമെന്റ് 2.5 വർഷം പിന്നിട്ടു. ചെലവഴിച്ച സംഖ്യ 22,449 കോടി 44 ലക്ഷം. 7.5 വർഷക്കാലം കൊണ്ട് കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കാലത്ത് 64 ലക്ഷം പാവപ്പെട്ട മനുഷ്യർക്ക് കൊടുത്ത പെൻഷന്റെ സംഖ്യ 57,603 കോടി 44 ലക്ഷം രൂപ. ഞാൻ എപ്പോഴും പറയാറുണ്ട്, എന്റെ തൊട്ടപ്പുറത്ത് വീട്ടിലൊരു ശാരദ ചേച്ചിയുണ്ട്. വീണ ജോർജ് ഇന്നാളെ കഥ എന്നോട് ചോദിച്ചു സത്യമാണോ എന്ന്. അപ്പുറത്തൊരു ചേച്ചിയുണ്ട്.
ചേച്ചി സാധാരണ രാവിലെ അമ്പലത്തിലേക്ക് പോകുന്നത് എന്റെ പറമ്പിലൂടെയാണ്. ഇപ്പൊ എന്റെ പറമ്പിലൂടെ പോകുമ്പോ വീട്ടിലേക്കൊന്ന് നോക്കും. ഞാനന്ന് AIVF സംസ്ഥാന സെക്രട്ടറിയാണ്. നിങ്ങൾക്കറിയാം, MLA ഒന്നും അല്ല. നടക്കുന്ന കാലാണ്. വീട്ടിൽ വന്നു, പോയാ പോയി, ജയിലിൽ കിടന്നു, ആശുപത്രി കിടന്നു, നിരാഹാരം കിടന്നു. നാട്ടുകാർക്കറിയാം. അപ്പോ വീട്ടിൽ നിന്ന് പോകുമ്പോ നോക്കൂ, എന്റെ ചെരുപ്പ് എങ്ങാനും പുറത്ത് കിടക്കുന്നുണ്ടോ. ചെരുപ്പ് പുറത്ത് കിടക്കുന്നുണ്ടെങ്കിൽ 6:10 വന്നിട്ട് 3 കുലുക്കും. പക്ഷെ എനിക്ക് രാവിലെ 6 മണിക്ക് എണീക്കുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമില്ല എന്ന് ഗുരുനാഥൻ അറിയാം. പക്ഷെ പ്രശ്നം എന്താ വെച്ചാൽ ഇപ്പൊ എനിക്കാന്ന് നിർത്തിയില്ല. ഇപ്പൊ 4 മണിക്ക് എനിക്കിൽ തുടങ്ങും. അന്നൊന്ന് സുഖമായി കടന്നുറങ്ങാൻ വരുന്ന സ്ഥലമാണ് വീട്. 6:15 ശാരദ ചേച്ചി വന്നിട്ട് 3 കുലുക്കാണ്. കുലുക്കിയിട്ട് കിട്ടില്ല എന്നറിയാം. എന്നോടൊരു ചോദ്യം, തിരുവനന്തപുരത്ത് പോയപ്പോ നീ എന്റെ കാര്യം വല്ലതും പറഞ്ഞോ? കാശ് കിട്ടലുണ്ടോ? നമ്മുടെ ഗവൺമെന്റ് വന്നു. നമ്മുടെ ഗവൺമെന്റ് വരും വരെ പ്രാഗിയിരുന്നാണ്. നമ്മുടെ ഗവൺമെന്റ് വന്നു. ആദ്യത്തെ ഓണത്തിന് 18 മാസക്കാലത്തെ കുടിശ്ശികയും 3 മാസത്തെ 700 രൂപയും കൂടി കൂട്ടിയപ്പോ 12,600 രൂപ നമ്മുടെ ചേച്ചിയുടെ കയ്യിൽ വന്നു. ദിവസം 5 തവണ എണ്ണും. രാവിലെ എഴുന്നേറ്റ് വഴിക്കൊന്ന് എണ്ണും 12,600. 9 മണിക്ക് കഞ്ഞു കുടിച്ചാലൊന്ന് എണ്ണും 12,600. ഉച്ചയ്ക്ക് ചോറുന്നാലൊന്ന് എണ്ണും 12,600. 4 മണിക്ക് ചായ കുടിക്കുമ്പോഴൊന്ന് എണ്ണും 12,600. വൈകുന്നേരം എല്ലാ സീരിയലും കണ്ട് കരഞ്ഞ് കിടക്കണതിന് മുമ്പ് ചെറിയൊക്കെ തുടച്ചിട്ട് ഒന്നുകൂടി എണ്ണി 12,600 ഉറപ്പിച്ചിട്ടൊരു കവറിൽ വെച്ച് തലേണയുടെ താഴ്ത്ത് വെച്ച് അതിൽ കിടന്നുറങ്ങും. ഞാൻ ചെന്നപ്പോ അമ്മ പറഞ്ഞു, ശാരദ പിള്ളേർക്കൊന്നും കാശൊന്നും കൊടുക്കുന്നില്ല, ഒക്കെ തലേണയുടെ അടയിൽ വെച്ചിട്ട് കിടന്നുറങ്ങാണെന്നാണ് മരുവോള് പറയണത്. നീ ഒന്ന് പോയിട്ട് ഇടപെടാൻ നോക്ക്, നീ പറഞ്ഞാൽ ചിലപ്പോ കേൾക്കും. ഞാൻ പോയപ്പോ 12 മണിക്ക് നല്ല സീരിയലൊക്കെ കണ്ടിരിക്കുകയാണ്. ഞാൻ തോളത്ത് കൈയൊക്കെ ഇട്ട് ഒരു സന്തോഷമൊക്കെ രേഖപ്പെടുത്തിയപ്പോ എന്നോട് പറഞ്ഞു, മോനെ കാശ് കിട്ടി, നിനക്കും പിണറായിക്കും വേണ്ടി ഞാൻ എല്ലാ ദിവസവും അമ്പലത്തിൽ പോകുമ്പോ പ്രാർത്ഥിക്കുന്നുണ്ട്. ഇനി നിങ്ങളുടെ ഗവൺമെന്റ് പോകണ്ട, ഇത് തന്നെ മതി, എല്ലാ ദിവസവും ഇത് കിട്ടണമെന്ന് മാത്രമേ ഉള്ളൂ, എല്ലാ മാസവും സന്തോഷമായിട്ട് ജീവിക്കുക, നിനക്ക് വല്ലതും വേണോന്ന് എന്നോട്. ഞാൻ പറഞ്ഞു ഒന്നും വേണ്ട. പിന്നെ ഞാൻ ചോദിച്ചു, അല്ല നമ്മൾ ക്രിസ്തുമസ് കാലത്ത് നക്ഷത്രം കിട്ടുമല്ലോ, വീട്ടിൽ ക്രിസ്തുമസ് ആയി എന്ന് അറിയിക്കാൻ, അതുപോലെ പിണറായി വന്നു പെൻഷൻ കിട്ടിയെന്ന് അറിയിക്കാൻ ഒരു കൊല മേടിച്ചിട്ട് വീടിന്റെ ഉമ്മറത്തൊന്ന് കട്ടണ്ടേ നമുക്ക്? ശാരദച്ച് പറഞ്ഞു വരട്ടെ നോക്കാം. ഞാൻ പറഞ്ഞു മോനിത്തിരി കാശെടുത്ത് കൊടുക്ക്, പേരക്കുട്ടികൾക്ക് 2 2 നല്ല ഉടുപ്പ് മേടിച്ചു കൊടുക്ക്, മരുമോൾക്ക് നല്ലൊരു സാരി എടുത്തു കൊടുക്ക്. മരുമോളുടെ കാര്യം പറഞ്ഞപ്പോ തുടങ്ങിയതാണ് തുള്ളല്. അമ്മായിയമ്മ ഒരു രക്ഷയില്ല, പറഞ്ഞിട്ടൊന്നും കേൾക്കണമില്ല. ഞാൻ പറഞ്ഞു ഈ കാശെടുത്ത് മക്കൾക്കൊന്ന് കൊടുക്കാൻ. എന്നോട് അവസാനം പറഞ്ഞു നിർബന്ധിച്ചപ്പോ ഞാൻ പറഞ്ഞു, അല്ലെങ്കിൽ പിന്നെ അന്തിക്കാട്ട് ചെത്തുതൊഴിലാളി സഹകരണ സംഘത്തിൽ കൊണ്ടിട്ടാൽ 8-9% പലിശ കിട്ടും, അതെങ്കിലും പേടിക്കാം. ഇത് തലോണയുടെ അടിയിൽ വെച്ചിട്ട് പിള്ളേര് മയിൽപ്പീലി പറയാൻ പുസ്തകത്തിന് ഇടയിൽ വെച്ചതുപോലെ ഇരിക്കുകയേ ഉള്ളൂ, പെറുകയുമില്ല കൂടുകയില്ല. അതുകൊണ്ട് എന്തെങ്കിലും ഒന്ന് ചെയ്യേ. ശാരദ ചേച്ചി അവസാനം നിർബന്ധിച്ചായപ്പോ എന്നോട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഉത്രാടത്തിന് അന്നങ്ങ് കൊടുത്തു കളയാം. ഞാൻ പറഞ്ഞു ഉത്രാടത്തിന് അന്ന് കൊടുത്താൽ എന്താ കാര്യം, ഉത്രാടപ്പാച്ചിലല്ലേ, ചെലവഴിക്കാൻ പറ്റുമോ? അത് കൊടുക്കന്റെ ശാരദേച്ചി എന്ന് പറഞ്ഞപ്പോ ശാരദേച്ചി നെഞ്ചത്ത് കൈവച്ച് എന്നോട് പറയാം, മോനെ 2 ആഴ്ച മുമ്പ് വരെ നിന്റെ മറ്റവനുണ്ടല്ലോ, എന്റെ മറ്റവൻ എന്ന് വെച്ചാ എന്റെ ആരുമല്ല, എന്റെ ക്ലാസ്സിൽ പഠിച്ച ചേച്ചിയുടെ 1ാമത്തെ മോൻ, നിന്റെ മറ്റവനുണ്ടല്ലോ, അവന്റെ ഭാര്യ 2 ആഴ്ച മുമ്പ് വരെ എന്നെ തള്ളയെന്ന വിളിച്ചിരുന്നേ, ഇപ്പൊ അമ്മേന്ന വിളിക്കണേ, ഒരു 10 ദിവസം കൂടി ഞാനത് കേട്ടോട്ടറ എന്നാണ് ശാരദ ചേച്ചി പറഞ്ഞത്. ഈ കേരളത്തിൽ 64 ലക്ഷം അമ്മമാരെ അമ്മയെന്ന് വിളിപ്പിക്കാൻ കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ ഭരണം വരേണ്ടി വന്നു എന്ന യാഥാർത്ഥ്യമില്ലേ? എന്തേ ഇപ്പൊ കൊടുക്കാൻ പറ്റാത്തത്? ഇപ്പൊ കൊടുക്കാൻ പറ്റാത്തതിന്റെ കാര്യം 54,700 കോടി രൂപ ഈ കേരളത്തിന് കേന്ദ്ര വിഹിതം തരാനുണ്ട്. കഴുത്ത് ഞെരിച്ചു കൊല്ലുകയാണ് കേരളത്തെ. ആ 54,700 കോടി രൂപയുടെ വിഹിതം തരാത്തതിന്റെ കാരണം എന്താ? ഒരു കാരണവുമില്ല. ഓരോ ദിവസവും കത്തെഴുത്തുകയാണ്. നിർമ്മല സീതാരാമൻ ഈ കേരളത്തിൽ വന്നപ്പോ ഞങ്ങൾ പറഞ്ഞു, നിങ്ങൾ ചന്തുമേനോന്റെ കോടതിയിൽ ചെണ്ടമേളത്തിന് വിധി പറഞ്ഞതുപോലെ കൊട്ടി മറുപടി പറയേണ്ടി വരും. എന്തുകൊണ്ട് ഈ കേരളത്തിന് തരുന്നില്ല കേന്ദ്ര വിഹിതം? കേരളത്തിന് കേന്ദ്ര വിഹിതം തരുന്നില്ലെന്ന് മാത്രമല്ല, കേരളത്തിന്റെ അവകാശപ്പെട്ട എല്ലാ വിധത്തിലുമുള്ള ആവശ്യങ്ങൾ നിരാകരിക്കുന്നു എന്ന് മാത്രമല്ല, ഇന്ത്യ ഗവൺമെന്റിന്റെ കടമെടുക്കാം, പക്ഷെ കേരളത്തിൽ കടമെടുക്കാനുള്ള അവകാശം നിഷേധിക്കപ്പെടുന്ന സ്ഥിതി കൂടി ചെയ്തുകൊണ്ട് കേരളത്തിലെ സാമൂഹിക ക്ഷേമ പെൻഷൻ അടക്കം സകല പ്രവർത്തനങ്ങളും നിർത്തിവെച്ചാൽ, പണ്ട് പ്രളയത്തിന്റെ കാലത്ത് ഗവൺമെന്റിനെ ഒറ്റപ്പെടുത്തിയതുപോലെ ഒറ്റപ്പെടുത്തിയാൽ ഈ ഗവൺമെന്റിനെ തകർത്ത് കളയാമെന്ന വ്യാമോഹത്തിന്റെ ചിറകിലേറി കേന്ദ്രം പോകുമ്പോ ആ ചിറകിന്റെ കൂട്ട് പിടിച്ചു പോവുകയാണ് കേരളത്തിലെ പ്രതിപക്ഷം. അതാണ് ഞങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസം. 41 സീറ്റുകളിൽ കേരളത്തിൽ ജയിച്ചത് കേരളത്തിലെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ MLA-മാരാണ്. എല്ലാ ദിവസവും ഞങ്ങളോട് ആവശ്യം ഉന്നയിക്കുന്ന MLA-മാർ, അവരുടെ മണ്ഡലത്തിൽ വികസനം വേണമെന്ന് ആഗ്രഹിക്കുന്ന MLA-മാർ, ആ MLA-മാരോട്
അവർക്ക് ചെയർമാൻമാരായി ഇതേ സഭയിൽ ഇരിക്കാനുള്ള അവസരം നിഷേധിക്കുന്ന മുന്നണി നേതൃത്വവും അവരുടെ പാർട്ടിയും നാളെ ഈ കേരളത്തിലെ ജനങ്ങളുടെ മുമ്പിൽ മറുപടി പറയേണ്ടി വരുമെന്ന അന്തരീക്ഷം കേരളത്തിലുണ്ടാവുകയല്ലേ? ഇപ്പൊ കുറ്റപത്രം സമർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാണ് പ്രഖ്യാപനം. കുറ്റപത്രം സമർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ചോദിക്കട്ടെ, ഈ കാണുന്നതിൽ 100% ആളെ വെച്ച് മൈക്കും കുഴലും വാടകയ്ക്ക് എടുത്തിട്ട് ഇനി കുറ്റപത്രം സമർപ്പിക്കാൻ പോകേണ്ടതുണ്ടോ? നിങ്ങൾക്ക് എന്തെങ്കിലും കുറ്റപത്രമുണ്ടെങ്കിൽ ആ കുറ്റപത്രം സമർപ്പിക്കാൻ ഇതാ പ്രതിപക്ഷത്തിന് വേണ്ടി കൂടി കസാര ഒഴിഞ്ഞിട്ട് കൊടുക്കാൻ കഴിയുന്ന വിധത്തിൽ കേരളത്തിലെ മുഴുവൻ മനുഷ്യരെയും കൂട്ടി ഒരു ജനസഭ, കേരളത്തിലെ നവകേരള സദസ്സ് ഈ ഗവൺമെന്റ് സംഘടിപ്പിക്കുന്നു. ഇവിടെ പറയാമല്ലോ നിങ്ങളുടെ കുറ്റം. ഞങ്ങൾ എന്തെങ്കിലും കുറ്റം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കുറ്റം പറയാൻ ഒരവസരമുള്ളപ്പോൾ അതുപയോഗിച്ച് ഈ നാടിന്റെ ആവശ്യങ്ങളെ ഒന്നായി പറയാനുള്ള ഒരു അവസരം ലഭ്യമാകുന്ന ഘട്ടത്തിൽ അത് നിഷേധിക്കുന്ന കേരളത്തിലെ പ്രതിപക്ഷം, യഥാർത്ഥത്തിൽ കഴിഞ്ഞ ദുരന്തകാലം മുതൽ കേരളം പ്രതിപക്ഷം നടപടികളിലൂടെ പ്രതിപക്ഷം എന്ന വാക്കുമാറ്റി ബഹിഷ്കരണപക്ഷം എന്ന വാക്കിലേക്ക് വരാൻ കഴിയുന്ന വിധത്തിൽ എല്ലാതിനെയും ബഹിഷ്കരിക്കാൻ കേരളത്തിലൊരു പക്ഷം വേണോ? അയ്യങ്കാവ് മൈതാനത്ത് എത്തിച്ചേർന്ന മനുഷ്യർ നേരിട്ടു പറയാതെ അവരുടെ കണ്ണുകൾ ഞങ്ങളോട് പറയുന്നുണ്ട്. ബഹിഷ്കരിക്കണമെന്ന് ഞങ്ങളോട് പറഞ്ഞവരെ ബഹിഷ്കരിച്ചു വന്നിരിക്കുന്നവരാണ് ഈ ഇരിക്കുന്ന 10,000-കണക്കിന് ഇരിഞ്ഞാലക്കുടയിൽ ഒത്തുചേർന്ന മനുഷ്യർ. അവരുടെ പ്രശ്നം കേരളത്തിന്റെ വികസനമാണ്. ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. കേരളത്തിൽ കേന്ദ്ര ഗവൺമെന്റ് ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന വിധത്തിൽ, കേരളത്തിന്റെ ജനങ്ങളുടെ കഴുത്ത് ഞെരിച്ചു കൊല്ലാവുന്ന വിധത്തിൽ കേരളത്തിൽ ഇടപെടുമ്പോ എല്ലാ വിധത്തിലുള്ള ഭരണഘടനാപരമായിട്ടുള്ള സംവിധാനങ്ങളെയും അണിനിരത്തുകയാണ് കേരള ഗവൺമെന്റിനെതിരായി. ED വന്നു, എൻഫോഴ്സ്മെന്റ് വന്നു, CBI വന്നു. എല്ലാ വിധത്തിലുള്ള ഏജൻസികളെയും കേരളത്തിന്റെ ഭരണകൂടത്തിനെതിരായി നിരത്തി കേരളത്തെ പിടിക്കാനാകുന്നില്ല.